നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മെയ് മാസം 2-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ദിവസം. നാളത്തെ ദിവസം 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം ഏറുന്ന ദിവസമാണ്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രാധാന്യം ഏറുന്ന ദിനങ്ങൾക്കുള്ള തുടക്കമാണ് മെയ് 2. ഈ 8 നക്ഷത്രക്കാർക്ക് ശുക്ര ശനിയുതിയുടെ ഭാഗമായി ഒരു രാജകീയ അല്ലെങ്കിൽ പ്രൗഢി നിറഞ്ഞ സമ്പന്നതയോടുകൂടി, സമ്പത്തിൻ്റെ ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ കടത്തിൻ്റെ ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത, ദാരിദ്ര്യ ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭാഗ്യത്തിൻ്റെ ദിനം ആരംഭമാകാൻ പോവുകയാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ തരം പ്രയാസങ്ങളിലൂടെ കടന്നു വരുന്നവരാണ്. അന്നന്നത്തെ കാര്യത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ വീഡിയോ കേൾക്കുന്നവർ തന്നെ ഉണ്ടാകും. നല്ല ജോലി ഉണ്ടായിട്ട് തന്നെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ട് സാഹചര്യങ്ങളിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ആളുകൾ പോലുമുണ്ട്. ചില ആളുകൾ നല്ല വിദ്യാഭ്യാസ സമ്പന്നരാണ്, എന്നിട്ട് പോലും ജോലി കിട്ടുന്നില്ല. ഇതിനൊക്കെ ഒരു മാർഗം പറഞ്ഞു തരാനുള്ളത് പ്രാർത്ഥന മാത്രമാണ്. നന്നായി പ്രാർത്ഥിക്കൂ. കുടുംബ ദേവതാക്ഷേത്രം, കുടുംബ പരദേവതയുടെ പ്രീതിയില്ലാതെ നമ്മളിനി എന്തെല്ലാം നേടാമെന്ന് മനക്കോട്ട കെട്ടിയാലും അതൊന്നും സാധ്യമാവുകയില്ല എന്ന് മാത്രമാണ് ഞാൻ പറയാനുള്ളത്. ഞാൻ പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. എല്ലാ വീഡിയോയിലും അത് തന്നെയാണ് ഞാൻ ശക്തമായി ഊന്നി പറയുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, പിറന്നാൾ വരുന്ന ദിവസമോ അതുമല്ല, അപ്പോൾ അതൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വർഷാവർഷമെങ്കിലും കുടുംബ പരദേവതാ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ, അതും വെറും കൈയോടെ പോകാൻ പാടില്ല. അത് ഒരു ക്ഷേത്രത്തിലും അങ്ങനെയാണ്, വെറും കൈയോടെ പോകാൻ പാടില്ല. പ്രത്യേകിച്ച് കുടുംബ ദേവതാ ക്ഷേത്രം. നമ്മൾ ദൂരെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, വർഷാവർഷം നമ്മൾ അച്ഛനെയും അമ്മയും കാണാൻ വരുമ്പോൾ വെറും കൈ നമ്മൾ മക്കൾ കാണാൻ ചെല്ലുമോ? ഇല്ലല്ലോ. അവർക്ക് ആവശ്യമായ വസ്ത്രം, അവർക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ നിറകൈയോടുകൂടിയാണ് ചെല്ലുന്നത്. അതേപോലെ വേണം വർഷാവർഷം കുടുംബ ദേവതാ ക്ഷേത്ര ദർശനം നടത്തി കാര്യങ്ങൾ പ്രാർത്ഥിച്ച് പോരുവാനായിട്ട്. അതിൻ്റെ ഫലം നിങ്ങൾക്ക് അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. അടുത്ത വർഷം ആ ക്ഷേത്രത്തിൽ വാർഷികം വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അതൊക്കെ മാറുമെന്നത് ശക്തമായി ഒരു ഉറപ്പോടുകൂടി പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ എന്തൊക്കെ നല്ല ഗ്രഹമാറ്റങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാലും കുടുംബദേവതയുടെ പ്രീതി ഇല്ലാത്ത പക്ഷം നമുക്ക് അതൊന്നും അനുഭവത്തിൽ വരികയുമില്ല. ഇവിടെ നാളെ മെയ് മാസം 2-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ ശുക്ര ശനിയുതിയുടെ ഭാഗമായിട്ട് 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു നേട്ടത്തിന് തുടക്കമാവുകയാണ്. അപ്പോൾ നാളത്തെ ദിവസം ഈ 8 നക്ഷത്രക്കാർ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് നമ്മൾ പറയാറുണ്ട്, ചില പ്ലാനുകൾ നാളെ നമ്മുടെ മനസ്സിലൊരു പ്ലാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വീട് പണിയോ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിന് മുന്നോടിയായി കോൺട്രാക്ടറെ ഒന്ന് കണ്ട് എസ്റ്റിമേറ്റൊക്കെ എടുക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ സ്വരുക്കൂട്ടുന്നുണ്ടെങ്കിൽ, ഈ ശുക്ര ശനി യുതി നാളെ ആയതിനാൽ ഈ പറയാൻ പോകുന്ന 8 നക്ഷത്രക്കാർ നാളത്തെ ദിവസം അങ്ങനെയുള്ള പല മംഗളകരമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെങ്കിൽ ഒരു വിഘ്നവും കൂടാതെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ഈ 8 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം അത് ഏറ്റവും ബെസ്റ്റായ ദിവസം തന്നെയാണ്. അപ്പോൾ ആ ഭാഗ്യശാലികളായ 8 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത് എന്നതിലേക്ക് കടക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ശുക്ര ശനിയുതിയുടെ ഭാഗമായി ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ നാളെ മെയ് മാസത്തിലെ മെയ് 2-ാം തീയതിയാണ് മെയ് മാസം തുടക്കമായിരിക്കുന്ന ഈ ഒരു വേളയിൽ നേട്ടങ്ങൾ കാത്തിരിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. നമ്മൾ പറയാറുണ്ട്, കഴിവുകൾ പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ അവസരം കിട്ടുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്ന ആളുകൾക്കും അവസരങ്ങളുടെ സമയമാണ് തുടക്കമാകാനായി പോകുന്നത്. അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ശുക്ര ശനിയുതിയുടെ ഫലമായിട്ട് വരുമാനം വർദ്ധിക്കും. സ്വന്തമായി നിലനിൽപ്പിന് ആവശ്യമായ ജോലി ലഭിക്കുമെന്നതാണ് സാരമായി പറയേണ്ടത്. ഭാവി ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ്. ഭാവി ആകെ തകിടം മറിഞ്ഞ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാതിരുന്ന നിങ്ങൾക്ക് ഒരു തെളിവുണ്ടാകാൻ പോവുകയാണ്. അതായത് ഒരു തെളിച്ചം വന്നു ചേരാൻ പോവുകയാണ് നാളത്തെ ദിവസം മുതൽ. ശുക്ര ശനിയുതിയാണ്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ ഒരുപാട് നാളായി പുറം ലോകം പോലും അറിയാതെ സാക്ഷാത്കരിക്കപ്പെടാതെ കിടക്കുന്ന പല സ്വപ്നങ്ങൾക്കും ചിറക് മുളയ്ക്കാൻ പോകുന്ന സമയം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നാളെ മെയ് 2 വെള്ളിയാഴ്ച മുതൽ ആരംഭമാകാനായി പോകുന്നത്.
ശുക്ര ശനിയുതിയുടെ ഫലമായി മെയ് 2 ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർ ദാമ്പത്യ പ്രശ്നങ്ങളാൽ ഒരുപാട് വലയുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു വശത്തുണ്ട്, അതേപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങളുമുണ്ട്. ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം, അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ പരിഹാരം ലഭിക്കാൻ പോവുകയാണ്. ദാമ്പത്യത്തിൽ ഉള്ള വിള്ളലുകൾ എല്ലാവരും ഒത്തുചേർന്നിരുന്ന് ഒരുമയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ദാമ്പത്യപരമായി നിങ്ങളുടെ ജീവിതത്തിൽ. ആ പ്രശ്നങ്ങൾക്ക് ഇവിടെ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. നാളെ മുതൽ പരസ്പരം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം തുടങ്ങുകയാണ്. സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും നാളെ മുതലുള്ള സമയത്ത് ഉണ്ടാകുന്നുണ്ട്. ഒരു ഭാഗ്യയോഗം നിങ്ങൾക്ക് തെളിയാൻ പോവുകയാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ഭവിക്കാൻ പോവുകയാണ്. മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. വളരെയധികം സന്തോഷ ദിനങ്ങൾക്ക് അല്ലെങ്കിൽ വളരെയധികം സന്തോഷ സമയങ്ങൾക്കുള്ള തുടക്കം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നാളെ മെയ് 2 മുതൽ ആരംഭമാകാനായി പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഇപ്പോഴുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെയധികം മാനസിക പിരിമുറുക്കത്തിലാണ് തിരുവാതിര നക്ഷത്രക്കാരായ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിവിടെ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് നിങ്ങളെ പിടിമുറുക്കിയിട്ടുണ്ട്. അത് നൽകുന്ന മാനസിക വ്യതകൾ വേറെയും അതിന് മാറ്റമുണ്ടാകാൻ പോവുകയാണ്. കുടുംബത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമയമാണ് നാളെ മുതൽ ആരംഭമാകാനായി പോകുന്നത്. ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കഷ്ടതകൾ ഒഴിയുന്നതാണ്. അപ്രതീക്ഷിതമായ ചില ധനലാഭങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. നാളെ മെയ് 2 വെള്ളിയാഴ്ച മുതൽ, നാളത്തെ ദിവസം മുതലുള്ള ഒരു തുടക്കം. ഇതുവരെ കഴിഞ്ഞതൊക്കെയും കഴിഞ്ഞു. ഇനി പുതിയൊരു മാർഗങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു ഏട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട ചില ആളുകളെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാനും അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവായി മാറാനുമുള്ള ഭാഗ്യം നാളെ മെയ് 2 മുതൽ ആരംഭമാകുന്നു. ശുക്ര ശനിയുതിയുടെ ഫലമായി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്കും ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങാൻ പോകുന്ന ആ ഒരു സമയം നടക്കാത്ത പല കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഒരുപാട് നാളായി മനസ്സിൽ ആ സ്വപ്നമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. പലവിധ തടസ്സങ്ങൾ അതിനിടയിൽ വന്ന് ഭവിക്കുന്നു. ആ തടസ്സങ്ങൾക്ക് മാറ്റമാകാൻ പോകുന്നുണ്ട്. ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള യോഗം കൂടിയാണ് തെളിയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ്. ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ് നാളെ മെയ് 2 മുതൽ. നാളെ വെള്ളിയാഴ്ച ദിനമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ, ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്പം ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇപ്പോൾ ഏറ്റവും അനിവാര്യമായി വേണ്ടത്. കൈനിറയെ ഒന്നുമായിട്ട് ചെല്ലണമെന്ന് പറയുന്നില്ല. അല്പം പൂക്കൾ, എന്തെങ്കിലുമൊക്കെ ചുമന്ന പൂക്കളുണ്ടെങ്കിൽ അതുകൂടി കൊണ്ടുപോയി പ്രാർത്ഥിക്കുക. വളരെയധികം നേട്ടം. അടുത്ത ഒരു മാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പല കാര്യങ്ങളും തുടക്കം കുറിക്കാനായി നിങ്ങൾക്ക് ഭഗവതിയുടെ അമ്മ മഹാമായയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. വളരെ നല്ല സമയങ്ങളാണ് തുടക്കമാകാൻ പോകുന്നത്. ശുക്ര ശനിയുതിയുടെ ഫലമായി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം പൂയമാണ്. കഷ്ടതകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകൾ മറിച്ചും ഒരുപാട് ഏറെ നിങ്ങൾ വലയുന്ന ഒരു മേഖലയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുറമേ നിന്ന് ആർക്കെങ്കിലും നോക്കിയാൽ എന്താണ് നിങ്ങൾക്ക് കഷ്ടതയെന്ന് അവർക്ക് മനസ്സിലാകില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. നാളെ മെയ് 2 മുതൽ ശുക്ര ശനിയുതിയുടെ ഫലമായിട്ട് അവസരങ്ങൾ, ഭാഗ്യങ്ങൾ, അനുകൂലമായ നേട്ടങ്ങൾ, പരിഹാരങ്ങൾ ഒക്കെയും നിങ്ങളുടെ മുന്നിലേക്ക് ദൃശ്യമാകാൻ പോവുകയാണ്. ഏത് കാര്യത്തിന് ഇനി പുറപ്പെട്ടാലും അത് പൂർണ്ണതയിലെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പാതി വഴിയിലാക്കി മുടക്കേണ്ട അവസ്ഥ നിങ്ങൾക്കിനി വന്നു ചേരുകയില്ല. അത്രയ്ക്ക് നല്ല ഭാഗ്യമാണ് നാളെ മുതൽ പൂയം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ശുക്ര ശനിയുതിയുടെ ഫലമായി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് സർക്കാരുമായി സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ, അതായത് കിട്ടേണ്ടതാണ്, പല വിധത്തിൽ കാലതാമസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പോലും നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. കൂടാതെ ജോലി സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. അതിനുള്ള അനുകൂലമായ ഒരു അന്തരീക്ഷം നാളെ മുതൽ തുടങ്ങുന്നതാണ്. കുടുംബത്തിനെ പിടിച്ചു മുറുക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടിരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും നാളെ മുതൽ പരിഹാരമാകുന്നതാണ്. നിങ്ങൾ ഉദര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി കാണുക.
പ്രത്യേകിച്ച് നാളത്തെ ദിവസം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ദിവസവും നമ്മൾ കഴിക്കാതെ പുതിയതായി എന്തെങ്കിലും ഭക്ഷണങ്ങളുടെ ടേസ്റ്റ് നോക്കണമെന്ന് ഉദ്ദേശിച്ച് എന്തെങ്കിലും കഴിക്കുന്നതോ കൂടാതെ അപരിചിതരായ ആളുകളിൽ നിന്നുള്ള ഭക്ഷണവും നാളത്തെ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ കഴിക്കാതിരിക്കുന്നത് ഉത്തമമാണ്. ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുൻകരുതൽ എന്നോണം നാളത്തെ ദിവസം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു ആരോഗ്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ശുക്രശനിയുതിയുടെ ഫലമായി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാർ നാളെ മെയ് മാസം 2-ാം തീയതി മുതൽ ഭാഗ്യമായിരിക്കും ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള നക്ഷത്രം ചോതിയാണ് അടുത്തത്. അനുകൂലമായ ഫലങ്ങൾ തുടങ്ങുകയാണ്. ലാഭകരമായ ഒരു മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്ന ഏത് കാര്യത്തിൽ ചെന്ന് കൈവച്ചാലും അത് നിങ്ങൾക്ക് ലാഭകരമായി മാറുന്നതാണ്. തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ആശങ്കകൾ അകലുന്നതാണ്. ഒരുപാട് ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അല്പം ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ നീങ്ങും. പ്രത്യേകിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങിയ ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാത്തിനോടും അല്പം ആശങ്കാ മനോഭാവം ഇപ്പോൾ ഉണ്ട്. അത് തന്നെ ഒരു പരാജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. പക്ഷേ നാളെ മുതലുള്ള ആ ഒരു സമയം ആശങ്കകൾ അകലുകയാണ്. പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കാൻ പോവുകയാണ്. തർക്കങ്ങളൊക്കെ അകലുന്ന സമയമാണ്. അല്പം ബുദ്ധിമുട്ടുകൾ സാമ്പത്തികപരമായൊക്കെ ഉള്ളതിനാൽ തന്നെ ഒരു മാനസിക സംഘർഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലമായി കാണുന്നവരോടൊക്കെ അല്പം ദേഷ്യവും അല്പം മുരടൻ സ്വഭാവവും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനൊക്കെ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം നാളെ മുതൽ നിങ്ങൾക്ക് സ്വയമേ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നവർക്കും നാളെ മെയ് മാസം 2-ാം തീയതി മുതൽ നല്ല സമയമാണ് തുടങ്ങുന്നത്. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ശുക്രശനിയുതിയുടെ ഫലമായി മെയ് 2 മുതൽ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ദിവസങ്ങൾ തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് നാളത്തെ ദിവസം പല പുതിയ ഗുണകരമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ ശ്രവിക്കാനിടവരുന്നതാണ്. നിങ്ങളെ ഭയത്തിലാക്കുന്ന ആശങ്കപ്പെടുത്തുന്ന പല കാര്യങ്ങൾക്കും നാളെ പരിഹാരമാകുന്നതാണ്. നാളത്തെ ദിവസം രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഭാഗ്യം കൂടി തെളിയുന്നുണ്ട്. ദീർഘകാലമായി നിങ്ങളെ വലച്ചുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും നാളെ മുതൽ പരിഹാരം കണ്ടെത്തുന്നതാണ്. കുടുംബത്തിൽ നിലനിന്നിരുന്ന പലവിധ തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ നിങ്ങളുടെ മാനസികമായ പല ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. പല വിഷമങ്ങൾ നിങ്ങൾ മാനസികമായി അനുഭവിച്ചു കൊണ്ടിരുന്നു. ഇതിനൊക്കെയും ശുക്രശനിയുതിയുടെ ഫലമായി നാളെ മുതൽ മാറ്റം വരാൻ പോവുകയാണ്. അപ്പോൾ നാളെ മെയ് 2 വെള്ളിയാഴ്ച ശുക്രശനിയുതിയുടെ ഫലമായി ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്. നന്ദി.